നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തിരുവള്ളക്കാവിൽ റോഡരികിൽ മാലിന്യം തള്ളിയതായി പരാതി. ബൈക്ക് യാത്രികരാണ് മാലിന്യം തള്ളിയത്. ഡിവൈഎഫ്ഐ പൂത്തറയ്ക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ഗീതാ ഗോപി MLA പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. ചീഫ് അക്കൗണ്ടന്റ് TM വൃന്ദ, അക്കൗണ്ടന്റ് CV ലളിത എന്നിവർക്കായിരുന്നു യാത്രയയപ്പ്. വാർത്തകൾ വിശദമായി. തിരുവള്ളക്കാവിൽ റോഡരികിൽ മാലിന്യം തള്ളിയതായി പരാതി. ബൈക്ക് യാത്രികരാണ് മാലിന്യം തള്ളിയത്. ഞായറാഴ്ച രാവിലെയാണ് ബൈക്ക് യാത്രികരായ 2 പേർ പ്ലാസ്റ്റിക് കവറിലാക്കിയ മാലിന്യം തിരുവള്ളക്കാവിൽ റോഡരികിൽ തള്ളിയത്. ഇതുവഴി വന്ന ഏതാനും യാത്രക്കാർ മാലിന്യം തള്ളുന്നതിന്റെ വീഡിയോ സഹിതം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, വാർഡ് മെമ്പർമാരായ ശ്രുതി, ബൈജു സെന്റ് ജോൺ, ജിജു ഭരത്, M സുജിത് കുമാർ എന്നിവർ സ്ഥലത്തെത്തി. മാലിന്യം കൊണ്ടുവന്ന ബൈക്കിന്റെ നമ്പർ അധികൃതർ ശേഖരിച്ചു. മാലിന്യം തള്ളിയവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനാണ് പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം. ഡിവൈഎഫ്ഐ പൂത്തറയ്ക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ഗീതാ ഗോപി MLA പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഞാൻ അവിടെ ഉള്ളിൽ വന്നൊരു വികാരം ഞാൻ മനസ്സിലാക്കി. മെഡിക്കൽ കോളേജിലെ രോഗികളായവർക്ക്, കൂട്ടിനിരിക്കുന്നവർക്ക് ഒരു നേരം അന്നം കൊടുക്കുന്ന മാതൃകാപരമായ ജീവകാരുണ്യം നടത്തുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്ന യൂണിറ്റ്. ഞാനിവിടെ എടുത്തു പറയാം, നാടിനും സമൂഹത്തിന് ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഒരു ജനസേവന, ഒരു നേരത്തെ അന്നം കൊടുക്കുന്നു എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു സംഘടന എന്ന നിലയിൽ ഡിവൈഎഫ്ഐ പൂത്തറയ്ക്കൽ യൂണിറ്റ് കുട്ടികൾക്ക് പഠനോപകരണം നൽകുന്നു. ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുകയാണ്. അവർക്കൊരു പ്രചോദനം എന്നോണമാണ് പൂത്തറയ്ക്കിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഇന്നിവിടെ കൊടുക്കുന്നത്. ഇവിടെ കൊച്ചു കുട്ടികളുണ്ട് അല്ലേ? എത്ര പേര് ഇപ്പൊ വന്ന ശരിക്ക് ഗീതാ ഗോപി കൈവന്നു. വളരെ സന്തോഷം. SSLC +2 പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം PC പ്രഹ്ലാദൻ അധ്യക്ഷനായി. നിങ്ങൾക്കറിയാം, നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് കിട്ടിയ വിജയം അത് നമ്മളോട് ആഘോഷിക്കാൻ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവരുടെ ബുദ്ധിമുട്ടിൻ്റെ നമ്മൾ വിചാരിക്കും അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നുണ്ടാവും. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ എന്താ പറയുക, അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളെ അറിയിക്കാതെ നമുക്ക് ഭക്ഷണം തരാനും ഇപ്പൊ ട്യൂഷൻ ഫീസ് ആയാലും നമുക്കൊരു കുറവും ഇല്ലാതെ നമ്മളെ പഠിപ്പിച്ച് ഇത്രയും ഈ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി ഉള്ളൊരു അനുമോദനം കൂടിയാണിത്, നമ്മുടെ ഈ അനുമോദനം. CPM ലോക്കൽ സെക്രട്ടറി AV സഹദേവൻ, ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ സെക്രട്ടറി രാഹുൽ ജയപ്രകാശ്, ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ പ്രസിഡന്റ് PD ജിതിൻ, ട്രഷറർ AM അഭിഷേക്, MG അനീഷ്, PC പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. ചീഫ് അക്കൗണ്ടന്റ് TM വൃന്ദ, അക്കൗണ്ടന്റ് CV ലളിത എന്നിവർക്കായിരുന്നു യാത്രയയപ്പ്. ഗീതാ ഗോപി MLA യാത്രയയപ്പ് ഉദ്ഘാടനം ചെയ്തു. എത്രമാത്രം നന്മ നിറഞ്ഞ മനസ്സാക്ഷികളുടെ ഉടമകളാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, ഉദ്യോഗസ്ഥ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത്.
നിങ്ങളുടെ യാത്രയ്ക്ക് നൽകുന്നത് ലളിത ചേച്ചിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട വൃന്ദ ചേച്ചിയുമാണ്. രണ്ടുപേരും ഉദ്യോഗസ്ഥ ആണ്, രണ്ടുപേരും സ്ത്രീകളാണ്. കുടുംബത്തെ വലിയ നിലയിൽ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തികളാണ്. ഏതെല്ലാം തരത്തിലുള്ള സേവനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള സഹാരി സമൂഹത്തിനെ എത്രമാത്രം സർവീസ് നടത്താൻ തന്റെ അധികാര സർവീസ് ഉള്ളപ്പോൾ ചെയ്തു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് രണ്ടാളും ഇന്ന് ഇവിടുന്ന് പണിയാണ്. നേരത്തെ ഇവിടെ ബാങ്കിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സതീഷ് ബാബുടെ സൂചിപ്പിച്ചു, റോഡിൽ നിന്നൊരു ഉദ്യോഗസ്ഥ എന്താണ് ഇത്രമാത്രം ഫോൺ ചെയ്തു. അവരെ ഏൽപ്പിച്ച കൃത്യനിർവഹണം കൃത്യതയോടുകൂടി അവരുടെ ഡ്യൂട്ടി ചെയ്തു. അതിനുശേഷമല്ല അവർ സാലറി ഏൽപ്പിക്കുന്നത്. അപ്പൊ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ നിലയിൽ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ആ സീറ്റിലിരിക്കുമ്പോൾ ചെയ്തു എന്നുള്ള സംതൃപ്തിയോടുകൂടിയാണ് അവർ പഠിക്കേണ്ടത്. തൊട്ടു മുന്നേ അമൃശ്ശേരി ബാങ്കിലെ രാജേട്ടന്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത്. അദ്ദേഹത്തിലെ വാക്കുകൾ കൊണ്ട് ഞങ്ങൾ എന്താ പറയുക അത്രയധികം സന്തോഷവാനാക്കിയിട്ടാണ് ഞങ്ങൾ. MP സതീഷ് ബാബു അധ്യക്ഷനായി. കാലഘട്ടത്തിൽ 75-80 വയസ്സ് വരെ ജോലി ചെയ്യാനുള്ള ഊർജവും ശക്തിയും ബുദ്ധിയും ഈ ഒരു കാലം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു മാറ്റാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ആ തലമുറകളെ ദൈവമായി വിളക്കി ചേർത്തുകൊണ്ടാണ് 55, 56 അല്ലെങ്കിൽ 60 വയസ്സ് കിട്ടുന്നതിന് പറയുന്നത്. ഒരു ജീവനക്കാരനും കിട്ടിയത് കൊണ്ട് ഒരു സ്ഥാപനവും നശിച്ച ചരിത്രമുണ്ടായിട്ടില്ല. ഇനി അത് ഉണ്ടാവുകയില്ല. KSEB നിന്ന് റിട്ടയറിയതാണ് ഞാൻ റിട്ടയർ ചെയ്തുകൊണ്ട് KSEB ഒരു പോറൽ പോലും വെച്ചിട്ടില്ല. തൃശൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PR വോഗീസ് മുഖ്യാതിഥിയായി. സെക്രട്ടറി KK അനിൽ, ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ KK വേലുക്കുട്ടി, PR കുട്ടപ്പൻ, KJ ജോസഫ്, CK മുരളീധരൻ, VV ഷിബു, സ്റ്റാഫ് പ്രതിനിധി VV സജിനി, KR ദർശന, KK ജോബി, ബാങ്ക് വൈസ് പ്രസിഡന്റ് DM ഉദയഭാനു എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറയിൽ ഓടൻചിറ ലിഫ്റ്റ് ഇറിഗേഷൻ റോഡിൽ ശുചീകരണം നടത്തി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സൗമ്യ രജനീഷ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജയശങ്കർ എന്നിവർ ശുചീകരണം നടത്താൻ അഭ്യർത്ഥിച്ചിരുന്നു. ഇതേ തുടർന്ന് ഓടൻചിറ സൗഹൃദ കൂട്ടായ്മയും നാട്ടുകാരും കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്നാണ് ഓടൻചിറ ലിഫ്റ്റ് ഇറിഗേഷൻ റോഡ് ശുചീകരണം നടത്തിയത്. ചേർപ്പ് പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി രാമപുരം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ണമംഗലത്ത് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ഞായറാഴ്ച രാവിലെ 5:30 ഗണപതി ഹോമം, ബിംബശുദ്ധി, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, ബിംബശുദ്ധി കലശാഭിഷേകം, ശ്രീഭൂതബലി എന്നിവ നടന്നു. ഉച്ചയ്ക്ക് ഭക്തർക്ക് പ്രസാദോട്ട് വിതരണം ചെയ്തു. വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, ചുറ്റുവിളക്ക് സമർപ്പണവും തുടർന്ന് ദീപാരാധനയും ഉണ്ടായി. നിരവധി ഭക്തരാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തിൽ പങ്കെടുത്തത്. ചേർപ്പ് പരുവനം കിൻഡിൽ പ്രീ സ്കൂൾ വാർഷികം ആഘോഷിച്ചു. വേനലവധിക്ക് വിട പറഞ്ഞാണ് പുതിയ അധ്യയന വർഷത്തെ വരവേറ്റ് കുട്ടികൾ വാർഷികം ആഘോഷിച്ചത്. ഇന്ദിര ടീച്ചറുടെ നേതൃത്വത്തിൽ കുട്ടികൾ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് അധ്യാപകർക്കൊപ്പം കുരുന്നുകൾ പാട്ടുപാടിയും കളിച്ചുമാണ് വാർഷികാഘോഷത്തെ ഊഷ്മളമാക്കിയത്. CM കിഡ്സ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആദരം. അധ്യാപികമാരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വസതിയിൽ നേരിട്ടെത്തിയാണ് ആദരം നൽകിയത്. അധ്യാപികമാരായ മിനിമോൾ, തങ്കമ്മ, റിൻഡ, ഷെറീന, ജിൻസി എന്നിവർ ചേർന്നാണ് കുട്ടികൾക്ക് അനുമോദനം ഒരുക്കിയത്. തൃശൂർ അതിരൂപത, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഏജൻസി, ചേർപ്പ് ഉപജില്ല, പാർലം ഗ്രാമപഞ്ചായത്ത് ഇവയിൽ LSS പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികൾക്കും ഉന്നത വിജയം ലഭിച്ചത് സെന്റ് ആന്റണീസ് UP സ്കൂളിന് മാത്രമുള്ള നേട്ടമായി. കഴിഞ്ഞ വർഷത്തെ പോലെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ LSS നേടുന്ന സ്കൂളുമായി കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂൾ. നവ്യാനുഭവം പകർന്ന് ഹോമിലെ കുട്ടികൾക്കായി ഒരുക്കിയ വേനലവധി യാത്ര വനിതാ ശിശുവികസന വകുപ്പും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും സംയുക്തമായാണ് യാത്ര ഒരുക്കിയത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് ഇത്തവണ വേനലവധി യാത്ര സംഘടിപ്പിച്ചത്. യാത്രയ്ക്ക് മുന്നോടിയായി തൃശൂർ ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ കുട്ടികളുമായി സംവദിച്ചു.
കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിലായിരുന്നു സംവാദമൊരുക്കിയത്. അസിസ്റ്റന്റ് കളക്ടർ, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ പി മീര, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ടി യു സ്മിത എന്നിവരും സംവാദത്തിൽ പങ്കെടുത്തു. സംവാദത്തിനു ശേഷം മധുരം നൽകിയാണ് ജില്ലാ കളക്ടർ കുട്ടികളെ യാത്രയാക്കിയത്. എലിംസ് കോളേജ് സൗജന്യമായി ഒരുക്കിയ വാഹനത്തിലായിരുന്നു പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള യാത്ര. RC പ്രൊജക്ട് അസിസ്റ്റന്റ് ടി വി ബീന യാത്രയ്ക്ക് നേതൃത്വം നൽകി. DCPUവിലെ സോഷ്യൽ വർക്കർ അശ്വതി, വിവിധ സ്ഥാപനങ്ങളിലെ കെയർ ടേക്കർമാർ ഉൾപ്പെടെ 70ഓളം പേരാണ് വേനലവധി യാത്രയിൽ കുട്ടികൾക്കൊപ്പം പങ്കെടുത്തത്. തൃശൂർ ജില്ലയിലെ വിവിധ വികസന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വികസന സമിതി യോഗം ചേർന്നു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പുതുതായി ചുമതലയേറ്റ MLA-മാരെ വികസന സമിതി യോഗത്തിൽ ജില്ലാ കലക്ടർ ആദരിച്ചു. ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നതിനാൽ കൊടുങ്ങല്ലൂർ പൊന്നാനി റോഡിൽ വർദ്ധിക്കുന്ന അപകടങ്ങൾ യോഗം ചർച്ച ചെയ്തു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ റോഡ് സുരക്ഷ ഉറപ്പാക്കാനുള്ള അടിയന്തര നടപടികൾക്ക് കലക്ടർ ശിഖ സുരേന്ദ്രൻ നിർദ്ദേശം നൽകി. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ, സ്കൂൾ അധികൃതർ, PTA പ്രതിനിധികൾ എന്നിവരുടെ സഹായം ഉറപ്പാക്കി മുൻകരുതലുകൾ സ്വീകരിക്കും. ജില്ലയിലെ വിവിധ സ്കൂളുകൾ, പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണം, വിവിധ റോഡുകളുടെ പ്രവൃത്തികൾ, ടൂറിസം പദ്ധതികൾ, MLA-മാരുടെ പ്രത്യേക വികസന ഫണ്ട്, MPL, ADS ഫണ്ട് എന്നിവ വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്നിവയുടെ പുരോഗതിയും യോഗം വിലയിരുത്തി. വന്യമൃഗശല്യം തടയാൻ സോളാർ ഫെൻസിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാനും കൃത്യമായ വോൾട്ടേജ് ഉറപ്പാക്കാനും കലക്ടർ നിർദ്ദേശം നൽകി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനമായി. NH-66 നിർമ്മാണം, മണ്ണുത്തി ദേശീയപാതയിൽ ചുവന്ന മണ്ണ് പ്രദേശത്തെ റോഡ് നവീകരണം, തെരുവനായ ശല്യത്തിനും വിഷബാധയ്ക്കുമുള്ള പരിഹാരങ്ങൾ എന്നിവ സംബന്ധിച്ച് MLA-മാർ യോഗത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ MLA-മാരായ K. രാജൻ, NK അക്ബർ, KK രാമചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, ഗീതാ ഗോപി, തോമസ് ഉണ്ണിയാടൻ, KK വത്സരാജ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് R. മനോജ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ AD ജോസഫ്, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കാഞ്ഞാണി ഏനാമാവ് റോഡിൽ KSEB 110 kV സബ്സ്റ്റേഷന് മുന്നിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രക്കാരായ വാടാനപ്പള്ളി സ്വദേശി കൊടുവത്ത് പറമ്പി പ്രണവ്, കരുവന്തല സ്വദേശി ചുക്കാശ്ശേരി അഭിമന്യു എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 2 പേരെ മദർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 10:30ഓടെയാണ് അപകടം. ഇടറോഡിലേക്ക് തിരിഞ്ഞ പിക്കപ്പിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. അപകടത്തിൽ പിക്കപ്പ് വാഹനത്തിലെ ജീവനക്കാരനും ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന മറ്റൊരു യുവാവിനും പരിക്കേറ്റിട്ടുണ്ട്. വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കുടുംബം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. തൃശൂർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് വളവിന് സമീപമാണ് അപകടം നടന്നത്. ഇന്ന് പുലർച്ചെ 12:30ഓടെയായിരുന്നു അപകടം. ഇന്ന് പുലർച്ചെ 12:30ഓടെയായിരുന്നു അപകടം. ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്ത കാർ സമീപത്തെ ഭീമൻ മരത്തിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഷൊർണൂർ ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന വടക്കാഞ്ചേരി പത്താംകല്ല് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ വാഹനയാത്രികരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഭാഗികമായി തകർന്ന നിലയിലാണ്. ഇലക്ട്രിക് പോസ്റ്റ് തകർന്നതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുത ബന്ധവും തകരാറിലായി. ചേർപ്പ് സ്വദേശി കിഴക്കേ വാരിയത്ത് വീട്ടിൽ അച്യുത വാര്യർ മാസ്റ്റർ നിര്യാതനായി. ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിലെ മുൻ അധ്യാപകനായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് തിരുവള്ളക്കാവിൽ റോഡരികിൽ മാലിന്യം തള്ളിയതായി പരാതി. ബൈക്ക് യാത്രികരാണ് മാലിന്യം തള്ളിയത്. ഡിവൈഎഫ്ഐ പൂത്തറയ്ക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ഗീതാ ഗോപി MLA പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു.
കീഴ്ശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. ചീഫ് അക്കൗണ്ടന്റ് TM വൃന്ദ, അക്കൗണ്ടന്റ് CV ലളിത എന്നിവർക്കായിരുന്നു യാത്രയയപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.